പയ്യാമ്പലത്തെ ഗ്യാസ് ശ്മശാനം തുരുമ്പെടുത്ത് നശിച്ചതിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ഗുരുതര ആരോപണം. ഗ്യാസ് ശ്മശാനം സജീവമായാൽ വിറക് കമ്മീഷൻ നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് ചിലർക്കെന്ന് പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷും ആരോപിച്ചു. പയ്യാമ്പലത്തെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കുമെന്നും ഉയർന്നുവന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ഗ്യാസ് ശ്മശാനം തുരുമ്പെടുത്ത് നശിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ സംപ്രേഷണം ചെയ്തിരുന്നു. ₹1,25,00,000 രൂപയാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. പയ്യാമ്പലം ഗ്യാസ് ശ്മശാനമാണ് കെടുകാര്യസ്ഥതയുടെ സ്മാരകമായി മാറിയത്. കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം ശ്മശാനത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങളും ഉയർന്നു. പ്രതിപക്ഷത്തു നിന്ന് ടി രവീന്ദ്രനാണ് ഗ്യാസ് ശ്മശാനത്തിന്റെ അവസ്ഥ കൗൺസിലിൽ ഉയർത്തിയത്. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ഏറ്റുപിടിച്ചു. കടുത്ത ആരോപണങ്ങളാണ് പി കെ രാഗേഷ് ഉയർത്തിയത്. ഗ്യാസ് ശ്മശാനം സജീവമാകുന്നത് തടഞ്ഞത് വിറകിന്റെ പേരിൽ പണം തട്ടാൻ കഴിയില്ലെന്നത് കൊണ്ടാകാമെന്നാണ് പി കെ രാഗേഷ് ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട 12 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. വിറകിനകത്തുള്ള അഴിമതി എന്തുകൊണ്ടാണ്? ഈ 45 ലക്ഷം രൂപ ചെലവഴിച്ചാൽ 16 കൊല്ലം ചെലവഴിച്ചാൽ പിന്നെ വിറകിറക്കണ്ട. പക്ഷെ അവിടെ അഴിമതി നടക്കില്ല. അപ്പൊ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ പറയുന്ന 14 ലക്ഷത്തെ 45 ലക്ഷം രൂപ കൊടുക്കാതെ വർഷം 50 ലക്ഷവും 1 ലക്ഷവും വിറകിറക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ പണം ചെലവഴിക്കുന്നിടത്ത് മാത്രമേ കാ തിരിച്ചു വരികയുള്ളൂ. ഇത് ചെലവഴിക്കാത്തൊരു 45 ലക്ഷം കൊടുത്താൽ 16 വർഷം കൊണ്ട് അവിടെ കാ തിരിച്ചു വരില്ല. അപ്പൊ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഗ്യാസ് ക്രിമിറ്റോറിയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നൽകാത്തത് എന്ന് ഇത് ഈ ബന്ധപ്പെട്ട അജണ്ടകളും കൗൺസിലിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഗ്യാസ് ശ്മശാനത്തിനായി എത്തിച്ച ഉപകരണങ്ങൾ പരിശോധിക്കുന്നതിലും വീഴ്ച ഉണ്ടായി. പുറത്ത് സ്ഥാപിച്ച പുകക്കുഴൽ കൃത്യമായി പരിശോധിച്ചിരുന്നു. അതിന് ഒരു കുഴപ്പവും ഇപ്പോൾ പറ്റിയിട്ടില്ല. എന്നാൽ അകത്ത് സ്ഥാപിച്ച ഭാഗങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണ്. അതാണ് തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമായതെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. അവിടെ 1,28,00,000 രൂപ ചെലവഴിച്ചിട്ടും അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന 1,28,00,000 നഷ്ടപ്പെടാൻ പോവുകയാണ്. അവിടെ 2 ബർണർ മാത്രമല്ല, വലിയൊരു പുകക്കുഴലുണ്ട്. പുകക്കുഴലിനകത്ത് നമ്മൾ അത്രയും നമ്പർ 1 SS സ്റ്റെയിൻലെസ് സ്റ്റീൽ വെക്കണമെന്നത് പറഞ്ഞതുകൊണ്ട് അത് കപ്പലിടുന്ന സ്റ്റീലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൊണ്ടുവന്ന് ഇറക്കുന്നത് 2020 നവംബറിലാണ് ആ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇറക്കുന്നത് വരെ വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചിരുന്നു. അതിനുശേഷം ഇൻസ്റ്റോൾ ചെയ്ത ബാക്കി സാധനങ്ങൾ, അതിനകത്തുള്ള ബർണർ ഉൾപ്പെടെയുള്ള ഗ്യാസിലേക്ക് പോകുന്ന പൈപ്പുകളും മറ്റു കാര്യങ്ങളും കാര്യക്ഷമതയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടവർ പരിശോധിച്ചിട്ടില്ല. വൻ തട്ടിപ്പാണ് പയ്യാമ്പലത്ത് നടക്കുന്നത്. അഴിമതി നടത്താനായി മാത്രം ഗ്യാസ് ശ്മശാനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത സാഹചര്യം അന്വേഷിക്കണമെന്നും പി കെ രാഗേഷ് ആവശ്യപ്പെട്ടു. കാലഘട്ടത്തിന്റെ ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി വിറക് കൊണ്ട് ദഹിപ്പിക്കുന്നത് ഒഴിവാക്കി ഗ്യാസിലേക്ക് മാറാൻ വേണ്ട നടപടിയാണ് ഉണ്ടാകേണ്ടതെന്ന് BJP അംഗം VK ഷൈജുവും ആവശ്യപ്പെട്ടു. പയ്യാമ്പലത്തിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇതിന് അടിയന്തരമായ പരിഹാരം കാണണമെന്നും ഷൈജു ആവശ്യപ്പെട്ടു. പയ്യാമ്പലത്തെ ഗ്യാസ് ശ്മശാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. അവിടെ ഉയർന്നുവന്ന ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.